ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് ഒന്ന് ടെറസിലൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മളെ മൾബറിയൊക്കെ നല്ല പോലെ പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറേ പഴുത്തതുണ്ട്, കുറച്ച് പച്ചയും ഇതുമുണ്ട്. നല്ല ചുമപ്പും കറുപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല പോലെ നിൽക്കുന്നുണ്ട്. മൾബറി നല്ല പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ കളറാണ്. കയ്യിലൊക്കെ ചോര പോലെ ഇരിക്കും. കറുത്തിട്ടുണ്ടായിരുന്നു. താഴെ റോട്ടിലുണ്ട് കുറേ നട്ടിട്ട്. പക്ഷെ റോട്ടിലുണ്ടാവുന്നതെല്ലാം നാട്ടുകാർ കൊണ്ട് തിന്നും. ഇത് മേലെ നട്ടത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ദിവസം ഒരു 10 വീതമൊക്കെ കിട്ടും. 10-15 വീതം കിട്ടും എനിക്കതിൽ നിന്ന്. മൾബറി ഇപ്പോഴൊന്നും എവിടെയും കാണാനില്ല. പണ്ടൊക്കെ നമ്മൾ വേലി സൈഡിൽ കൂടിയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ അങ്ങനെ നോക്കിയാൽ മൾബറി ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കുറവാണ്. വീടുകളിലൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല. നമ്മളെ അങ്ങോട്ടൊന്നും ഇല്ലേ ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് താഴെ റോട്ടിൽ നട്ടതായിരുന്നു. റോട്ടിൽ നട്ടുന്ന നാട്ടുകാർ കൊണ്ടുപോയി തിന്നും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു കഷ്ണം കമ്പെടുത്ത് മേലെ ടെറസിൽ വെക്കാൻ ഓർത്തുകൊണ്ട് ടെറസിൽ വെച്ചതാണ്. അത് ടെറസിൽ വെച്ചപ്പോൾ നിറച്ച് കായ്ക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ അതിൻ്റെ നാമ്പ് വരുമ്പോൾ തന്നെ മുറിച്ച് കൊടുക്കണം. അപ്പോൾ ആ മുറിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ചെറിയ നാമ്പിൽ കൂടെ തന്നെ അത് ആ മുള വന്നിട്ട് അവിടെ തന്നെ കായ ഉണ്ടാവും. അധികം വലുതാവുകയോ ഒന്നുമില്ല, നിറച്ചും കായും ഉണ്ടാവും. അതുകൊണ്ട് ടെറസിലൊക്കെ വളർത്താനായിട്ട് ഇത് നല്ലൊരു സംഗതിയാണ്. ഇത് ഇവിടെയൊക്കെ കൃഷി ചെയ്യും. പട്ടുനൂൽപ്പുഴു വളർത്താനായിട്ട് ഈ രേഷ്മ സാരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട്. പട്ടുനൂൽ കൃഷി ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ അത് അല്ലാതെ ഇവിടങ്ങളിൽ മരങ്ങളായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ വീടുകളിലൊന്നും കണ്ടിട്ടില്ല, തോട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ടെറസിൽ നട്ടു പിടിപ്പിച്ചതാണ്. അതിൻ്റെ കൂടെ നോക്കുമ്പോൾ കുറച്ച് റോസും നട്ടിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് മേടിച്ചതാണ്, വള്ളി റോസ്. നല്ലപോലെ പൂവിട്ടിട്ടുണ്ട്. ഞാൻ നമ്മളത് മേടിക്കുമ്പോൾ മുട്ടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് കളറാണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. നോക്കുമ്പോൾ വള്ളി റോസാണ്. അതിൻ്റെ കൂടെ നോക്കുമ്പോൾ പുതിയതായിട്ട് ഈ ചിക്കിടിക്കായ് പറയും, അത് ചെറിയ എന്താണെന്ന് പറയുക, വേറെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കായ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൂ വന്നു, നല്ലപോലെ പൂവൊക്കെ വന്നിട്ടുണ്ട്. വള്ളിയായി പടർന്നു കയറുന്നത് പയർ പോലെയായിരിക്കും. ഉള്ളിൽ കുരുവാണ്, കുരു ഉണ്ടാകും. ചെറിയ ചെറിയ കുരുക്കളാണ്. കറി വെക്കാനൊക്കെ അത് വളരെ നല്ലതാണ്. അതെല്ലാം നോക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും താഴെ വന്ന് നോക്കുമ്പോഴത്തേക്കും നിറയെ തുണിയുണ്ട്. ഒരാഴ്ചത്തെ തുണിയുണ്ട് മടക്കാൻ. ആ തുണിയൊക്കെ മടക്കി വെക്കൽ നമുക്കൊരു വലിയ തലവേദനയാണ്. അലക്കാനും ഒക്കെ വിരിച്ചിടാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ഇത് മടക്കി വെക്കൽ നമുക്കൊരു തലവേദനയാണ്. പിള്ളേരിട്ട് മടക്കുകയില്ല. അവർക്ക് സമയമില്ല മടക്കാനും പിടിക്കാനും ഒന്നും. അപ്പം നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുകയും വേണം. ഏതായാലും തുണി മടക്കാം എന്ന് വിചാരിച്ച് തുണി മടക്കാനായിരുന്നു. അങ്ങനെ തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് മാങ്ങ ഉണങ്ങാനായിട്ടിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് പകുതി ഉണങ്ങി ഇത് കവറിൽ കെട്ടി വെച്ചേക്കുമായിരുന്നു. അന്നേരം ഓർത്ത് മാങ്ങ ഉണങ്ങാനുണ്ടോ. അതിന് വേണ്ടിയിട്ട് മേലെ പോയിട്ട് പിന്നെ അത് വെയിലത്ത് അത് ചെറുതായിട്ട് 2 ഭാഗത്തായിട്ട് ഒരു തുണി വിരിച്ചിട്ട് ഞാൻ ഉണങ്ങാനിട്ടു. ഈ ഉണങ്ങാനിടുന്ന മാങ്ങ രണ്ടും 2 തരത്തിലുള്ളതാണ്. ഒന്നിത്തിരി വലിപ്പമുണ്ട്, ഒന്നിത്തിരി ചെറുതുമുണ്ട്. അതുകൊണ്ട് രണ്ട് തരത്തിലാണ് ഞാൻ വിരിച്ചിട്ടേക്കുന്നത്. ഒന്നൊന്നിനോട് ചേരാതെ എല്ലാം സെപ്പറേറ്റ് വിരിച്ചിട്ടു. എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇന്നത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കിട്ടും തോന്നുന്നു. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി എന്ന് ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. ഉണക്കുകയാണെങ്കിൽ ഉണക്കിയിട്ട് നമുക്ക് അച്ചാറിടാം. അല്ലെങ്കിൽ ചെറുതായിട്ട് വാട്ടി ഇത് വെയിൽ കൊണ്ട് നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോഴും വേണമെങ്കിൽ അച്ചാറിടാം. അങ്ങനെ അതൊക്കെ ഉണക്കാനായിട്ട് താഴോട്ട് ഇടുമ്പോഴുണ്ട് നമ്മൾ ഞൊട്ടയണ്ടിയുണ്ടായിട്ട് കായിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ കായ ഇടട്ടെ. അതുപോലെ എല്ലാവരും വീഡിയോ കാണണം. താങ്ക് യു.